വെച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴല്ലേ, അൻവർ പറഞ്ഞപ്പോഴല്ലോ, ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടിട്ട് 16 മാസങ്ങളായി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴല്ലേ പൊതുസമൂഹവും മാധ്യമങ്ങളും എല്ലാവരും പറഞ്ഞത്, എന്തിന് പാർട്ടി കമ്മിറ്റി അംഗങ്ങൾ പോലും അറിഞ്ഞത്. അപ്പോ പ്രതിപക്ഷത്തിനോ കോൺഗ്രസിനോ UDF-നോ CPM-ഉമായിട്ട് യാതൊരു രഹസ്യധാരണകളുമില്ല, പരസ്യധാരണകളുമില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ സംസ്ഥാനം കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായ നിലപാടാണ് ഞങ്ങൾ എന്നും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതിലൊരു മാറ്റവുമില്ല. പിന്നെ അൻവർ പറഞ്ഞ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം എന്ന് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഏതെങ്കിലും കുറച്ച് കാര്യം അന്വേഷിച്ചാൽ മതി എന്നല്ലല്ലോ പറഞ്ഞ്. അദ്ദേഹം പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ പറഞ്ഞിട്ടുള്ളത് ഉൾപ്പെടെ അന്വേഷണ വിധേയമാക്കണം എന്ന് ആർജവത്തോടെയാണ് പ്രതിപക്ഷ നേതാക്കന്മാർ പറഞ്ഞത്. ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാർ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് പറയുന്ന ഓരോ ആരോപണങ്ങളും, അതില് ഈ RSS-ഉമായിട്ട് സന്ധി ചെയ്യുന്ന CPM-ന്റെ സംസ്ഥാന ഭരണവും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഇത്തരത്തിലുള്ള നടപടികളും, ഈ ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അടക്കമുള്ള, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തോടും ഒത്തയാശയോടും കൂടി കൊള്ളയടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 8 വർഷക്കാലം കേരളത്തിലെ UDF-ഉം കോൺഗ്രസും അതിശക്തമായിട്ട് പൊതുസമൂഹത്തിന് മുൻപിൽ ഉയർത്തിയ ആവശ്യങ്ങളാണ്. അത് അൻവർ പറയുമ്പോൾ അതിന് കുറെ കൂടി മാനം കൈവരുന്നതിന് ഒരു കാരണം അദ്ദേഹം പിണറായി വിജയനെ പിന്താങ്ങുന്ന MLA ആണ്. മറ്റ് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ല, ആ സൂര്യൻ കെട്ടുപോയി, എന്റെ പിതാവിനെ പോലെ ഞാൻ കണ്ടിരുന്ന ആളാണ്, പക്ഷെ അദ്ദേഹം എന്നെ ചതിച്ചു, വഞ്ചിച്ചു, വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറയുമ്പോൾ മറ്റാര് പറയുന്നതിനേക്കാളും ഒരു രാഷ്ട്രീയ മാനം അതിന് കൈവരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അൻവർ കേരളത്തിലെ ADGP-യെ കുറിച്ചിട്ടും അതുപോലെ P ശശി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് ശേഷം 21ാമത്തെ ദിവസമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി പൊതുസമൂഹത്തിന്റെ മുൻപിൽ വന്ന് അഭിപ്രായം പറയുന്നത്. ആ 21 ദിവസവും കേരളത്തിലെ CPM-ന്റെ ഔദ്യോഗിക പാർട്ടി പ്രതിനിധികൾക്ക് ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് അഭിപ്രായം പറയാൻ പറ്റിയില്ല. അഭിലാഷ് ഒന്ന് പൂർത്തിയാക്കട്ടെ. ഈ മുഖ്യമന്ത്രി 21ാം ദിവസം വന്ന് പ്രസ് മീറ്റ് നടത്തിയതിന് ശേഷം CPM-ന്റെ സഖാക്കന്മാരല്ല ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പിന്തുണച്ചത് ഹിന്ദു ഐക്യവാദിയുടെ നേതാവായിട്ടുള്ള TV ബാബുവാണ്. അത് TV ബാബുവിന്റെ പ്രസ്താവന പിറ്റേ ദിവസം അവരുടെ പത്രം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ഇവിടെയാണ് RV ബാബു. ഈ RV ബാബുവിന്റെ പ്രസ്താവന പിറ്റേ ദിവസം അവരുടെ പത്രത്തിൽ ഉൾപ്പെടെ പ്രസ്താവിക്കുന്ന കാര്യം നമ്മൾ കാണുന്നു. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശബ്ദിക്കുന്നതെന്ന് നമുക്ക് കാര്യം വ്യക്തമാകുമല്ലോ. ഇവിടെ അൻവർ പറയുന്നതിനേക്കാൾ അപ്പുറം കേരളത്തിലെ സാധാരണ സഖാക്കന്മാർ, സാധാരണ മനുഷ്യന്മാർ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് ഓരോ സംഭവങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങൾ എത്രയോ വട്ടം നമ്മൾ കണ്ടു. ഇവിടെ സ്വർണം പൊട്ടിക്കലും ആളെ കൊല്ലാൻ ഒത്താശ ചെയ്യുകയും അതുപോലെ സ്വർണ്ണക്കടത്തിന് മധ്യസ്ഥം നിൽക്കുന്നത് ADGP ആണെന്ന് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ PV അൻവറിന്റെ വാദത്തോടൊപ്പം നിന്നില്ല. കാരണം ഞങ്ങൾ അത് ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഉന്നയിച്ചത് കേരളത്തിലെ പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരുടെയും യുവജന നേതാക്കന്മാരുടെയും MLA-മാരുടെയും ഒക്കെ ഫോൺ ചോർത്തൽ ഉണ്ട്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം കലക്കുന്നതിന് ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുണ്ട്. ചില ജില്ലകൾക്ക്, ചില ആളുകൾക്ക്, ചില മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് തീവ്രവാദ ചാപ്പ കുത്തുന്ന പരിപാടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനുണ്ട്. അതുപോലെ ഉള്ള കാര്യങ്ങൾ, ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട ആഭ്യന്തര വകുപ്പ്, കൊള്ളയടിക്കുന്ന സംസ്ഥാന സർക്കാർ, ഇതൊക്കെ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഞങ്ങൾ ഉന്നയിച്ച ആരോപണ. അത് അൻവർ പിന്നീട് അവർ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ട് പിന്നീട് വന്ന് ഉന്നയിക്കുമ്പോൾ അതിനെ പുറകെ പിടിക്കുകയല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവർ വീണ്ടും ഒന്നുകൂടി എടുത്ത് പ്രയോഗിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി VD സതീശൻ 150 കോടി രൂപ മീൻവണ്ടിയിൽ കടത്തി എന്ന് പറഞ്ഞ അൻവർ അതിന്റെ രേഖ ആഭ്യന്തര വകുപ്പിന് കൈമാറിയില്ല. അതിനെക്കുറിച്ചിട്ട് പിണറായി വിജയൻ അന്വേഷിച്ചുമില്ല. ഞങ്ങൾ പറയുന്നത് അത് ഉൾപ്പെടെ അന്വേഷിക്കണമെന്നല്ലേ. നിയമസഭയ്ക്ക് അകത്തല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന്. പിന്നെ പുനർജനി തട്ടിപ്പ് കേസ് എന്ന് പറയുന്നു. പുനർജനി തട്ടിപ്പാണോ അല്ലയോ എന്നുള്ളത് പറവൂരിലെ ജനങ്ങൾ ആലോചിക്കട്ടെ. കാരണം ഒരു സംസ്ഥാന സർക്കാർ പരാജയപ്പെടുമ്പോൾ കേവലം ഒരു MLA മാത്രമായിട്ടുള്ള ഒരു നേതാവ് ഒരു നിയോജക മണ്ഡലത്തിലെ മനുഷ്യർക്ക് ജീവിതമാർഗം നൽകുന്ന, കൈപിടിച്ചുയർത്തുന്ന ഒരു കാഴ്ചയാണ് പുനർജനി പദ്ധതി. അതിനെക്കുറിച്ച് പറവൂര് നിങ്ങൾ പ്രസംഗിക്കണമായിരുന്നു CPM-ന്റെ നേതാക്കന്മാർ. അത് മറ്റൊരു വിഷയമാണ്, അവിടെ നിൽക്കട്ടെ. പക്ഷേ പുനർജനി കേസിൽ ED-യുടെ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ADGP MR അജിത് കുമാർ ED സതീശന് വേണ്ടിയിട്ട് പറയട്ടെ മാഷേ. താങ്കൾ പറഞ്ഞപ്പോ അദ്ദേഹം ഇടപെട്ടില്ലല്ലോ. പറയട്ടെ. ഞാൻ ഇടപെടുന്നൊന്നുമില്ല, പറഞ്ഞേ ഉള്ളൂ. ശരി ശരി സതീഷ് ഇന്ന് അൻവർ സതീഷ് അല്ല സതീഷ് ഇന്ന് അൻവർ പറഞ്ഞത് ഇത് തന്നെയാണ്. ആഭ്യന്തര സകല രാജ്യത്തും പോയി ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്ത പാർട്ടിയാണ് CPM എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ചാനൽ ചർച്ചയിൽ മറ്റു പ്രതിനിധികൾ സംസാരിക്കാൻ അനുവദിക്കൂ.
നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ പോലെ ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ട് മറ്റാളുകളെ സംസാരിക്കാൻ അനുവദിക്കാതെ മുഖ്യമന്ത്രി തന്നെ എല്ലാ അഭിപ്രായം പറയുന്നത് പോലെ ചാനൽ ചർച്ചയിലും പറയില്ലേ, ഞങ്ങളും പറയട്ടെ എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗം പറയട്ടെ. താങ്കൾ അത് കഴിയുമ്പോൾ അത് കൗണ്ടർ ചെയ്തോളൂ. പക്ഷേ ഈ ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടത് VD സതീശന് വേണ്ടിയിട്ടാണ് എന്നുള്ള വാദം അൻവർ പറയുന്നു. അത് തന്നെ നിങ്ങളും പറയുന്നുണ്ടെങ്കിൽ പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ എന്തിനാ കസേരയിൽ ഇരിക്കുന്നത്? ഒരു കൽപ്രതിമ എടുത്തു വെച്ചുകൂടെ ആ കസേരയിൽ? നാണമില്ലേ ആ വാദത്തെ എൻഡോഴ്സ് ചെയ്യാൻ? ഇനി അത് മാത്രമല്ല, അങ്ങനെ ഒരു കാര്യത്തിൽ അൻവർ പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കാത്തത്? എന്തുകൊണ്ടാണ് ADGP MR അജിത് കുമാർ VD സതീശന് വേണ്ടിയിട്ടാണോ കണ്ടത് എന്ന് അന്വേഷണം പ്രഖ്യാപിക്കണ്ടേ? നിങ്ങൾ VD സതീശനോട് നിങ്ങൾക്ക് പ്രത്യേക പ്രണയം വല്ലതുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നിങ്ങൾ അന്വേഷിക്കണ്ടേ? നിങ്ങൾ 16 മാസക്കാലമായിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ കാര്യം അറിഞ്ഞിട്ട് എന്തുകൊണ്ട് അടയിരുന്നത്? പിന്നെ സതീഷ് പറഞ്ഞൊരു കാര്യം, നിരവധി ആരോപണങ്ങൾ വരുന്നു, ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ നടപടി എടുക്കില്ല, ശരിയാണെങ്കിൽ നടപടി എടുക്കുമെന്ന്. തെറ്റാണോ ശരിയാണോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കണം സതീഷേ? അത് അന്വേഷിക്കണ്ടേ? അന്വേഷണം പ്രഖ്യാപിക്കണ്ടേ? 10-20 ദിവസക്കാലം കഴിഞ്ഞ് കുറ്റക്കാരനെന്ന് പൊതുസമൂഹം വിചാരിക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന ലോക തമാശ കാണിച്ചുകൊണ്ട് നിങ്ങൾ പറയാ ആ ആരോപണങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന്. പിന്നെ നിങ്ങൾ പറയുന്നത് പാർട്ടിയിലെ സഖാക്കന്മാരുടെ പിന്തുണയുണ്ടെന്ന. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ അഭിലാഷേ, ഒറ്റ കാര്യം. CPM-ന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിന് 7,72,000 ഫോളോവേഴ്സ് ഉണ്ട്. പിണറായി വിജയന്റെ ഒരു പോസ്റ്റിന് ഇന്ന് വെറും 33 ലൈക്കാണ് ഈ സമയത്തുള്ളത്. MB ഗോവിന്ദന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ പേജിൽ 220 ലൈക്കാണ്. വിജയരാഘവൻ അൻവറിനെ തള്ളിക്കൊണ്ട് നടത്തുന്ന പത്രസമ്മേളനത്തിന്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 647 ലൈക്കാണ് ഇപ്പോൾ. പക്ഷെ PV അൻവറിന് 3,63,000 ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ PV അൻവറിന് 53,000, 31,000, 21,000, 18,000 ലൈക്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് CPM-ന്റെ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. കാരണം ലീഗുകാരോ കോൺഗ്രസുകാരോ UDF-കാരോ മറ്റാരും അൻവറിന് ലൈക്ക് ചെയ്യാൻ പോകില്ല. ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ തെറ്റായ ആരോപണം ഉന്നയിക്കുന്ന അൻവറിന്റെ പോസ്റ്റിന്റെ കീഴിൽ പോയി ലൈക്ക് ചെയ്യുന്നത് ഞങ്ങളല്ല. അത് പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യം അംഗീകരിക്കാത്ത പിണറായി വിജയന്റെ തിട്ടൂരത്തിന് മുമ്പിൽ ചങ്ങലക്കിട്ട കാലുമായിട്ട് സഞ്ചരിക്കുന്ന MB ഗോവിന്ദന്റെ പാർട്ടിയിലെ സഖാക്കന്മാരാണ് അൻവറിന് പോയി ലൈക്ക് ചെയ്യുന്നത്. തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം.